കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. ജൂനിയർ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ക്രൂരത നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു. കേസിൽ 40ഓളം സാക്ഷികളും 32 രേഖകളും തെളിവായുണ്ട്. വിശദാംശങ്ങളുമായി ഷിനോജ് എസ് ടി ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ വളരെ മരവിപ്പോടെ കണ്ടിരുന്ന ദൃശ്യങ്ങളാണത്. ദേഹത്താകെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചതിനൊപ്പം ആ ഭാഗങ്ങളിൽ ലോഷൻ കൂടി തേച്ച് വേദനിപ്പിക്കുകയും കിടന്ന് കരയുകയും പിടയുകയും ചെയ്യുന്ന കുട്ടിയെ കണ്ട് ചിരിക്കുകയും ചെയ്തവരാണ്, കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവരാണ് ഈ മുതിർന്ന കുട്ടികൾ, അവരുടെ സീനിയറായ കുട്ടികൾ. ഇവരെയാണല്ലോ പ്രധാനമായും പ്രതി ചേർത്തിരിക്കുന്നത്. കുറ്റപത്രത്തിൽ മറ്റെന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനോജ്? മോദി, നമ്മുടെയൊക്കെ മനസ്സാക്ഷി ഏറെ ഞെട്ടലുണ്ടാക്കിയ മരവിപ്പിച്ചൊരു സംഭവമാണ് ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് എന്ന് പറയുന്നത്. ഈ കേസിലാണ് പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഏറ്റുമാനൂർ കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസമാണ് ഇത്തരത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ ഈ കേസിൽ ആകെ ഈ വിദ്യാർത്ഥികൾ, അതായത് പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ മാത്രമാണ് നിലവിൽ പ്രതികളായിട്ടുള്ളത്. നേരത്തെ ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ വാർഡന് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അറിവില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുറിയുടെ അടുത്താണ് ഹോസ്റ്റൽ വാർഡൻ താമസിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ റാഗിങ്, അവിടെ പീഡനമൊക്കെ ആ മുറിയിൽ നടന്നിട്ടും എന്തുകൊണ്ട് വാർഡൻ ഈ സംഭവം അറിയില്ല എന്നൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റപത്രത്തിലും അതുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ വാർഡനോ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അറിവില്ല എന്നൊരു കാര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ മാത്രമാണ് നിലവിൽ പ്രതികളായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ആതുര സേവന രംഗത്ത് ഇത്തരത്തിൽ 3-4 മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഈ കോഴ്സ് പൂർത്തിയാക്കി മറ്റുള്ളവരുടെ ജീവന സംരക്ഷണം ഒരുക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ക്രൂരമായ രീതിയിലുള്ള പീഡനം റാഗിംഗ് നടത്തിയതെന്നും ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല 40ഓളം സാക്ഷിമൊഴികൾ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇതിനോടകം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾ, കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ അവരെയൊക്കെ തന്നെ സാക്ഷിമൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ കേസിൽ ഏറെ നിർണായകമാകാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിലേറ്റവും നിർണായകം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ആ ഹോസ്റ്റലിൽ നടന്നിട്ട് ഈ പ്രതികളായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് കണ്ട് ആനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിൽ ചിത്രീകരിച്ച ശേഷം അത് കണ്ട് ആനന്ദിക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ചിത്രീകരിച്ച ശേഷം അത് പലർ കാണുന്നൊരവസ്ഥയിലേക്ക് ഇത് പങ്കുവയ്ക്കാനൊന്നും ഇവർക്ക് മടിയുണ്ടായില്ല എന്നതാണ്. മാത്രമല്ല ഷിനോജ് ആദ്യം സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ടായിരിക്കും ഈ കുറ്റപത്രത്തിൽ മറ്റാരെയും പ്രതി ചേർക്കാത്തതും മറ്റാരും കുറ്റക്കാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാത്തതും എന്തുകൊണ്ടായിരിക്കും? ഹോസ്റ്റലിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഏറ്റവും ആദ്യം അത് വാർഡൻ അറിയേണ്ടതാണ്. അവിടെ ഒരു ഇലയനക്കം ഉണ്ടായാൽ വാർഡൻ അറിയേണ്ടതാണ്. വാർഡൻ സൂക്ഷിക്കും, ശ്രദ്ധിക്കുമെന്ന ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ഈ കുട്ടികളെയൊക്കെ അവിടെ താമസിപ്പിക്കുന്നതും രക്ഷിതാക്കൾ. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും വഴിമാറാൻ ഈ വാർഡന് കഴിയുമോ? എന്തുകൊണ്ടായിരിക്കും യാതൊരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്തത്? മോത്തി, പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ഈ കേസിൽ ഇരയാക്കപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ മൊഴി തന്നെയാണ്. കാരണം അവർ ഈ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പങ്കുള്ളത്. കാരണം ഹോസ്റ്റൽ വാർഡനൊക്കെ തന്നെ അവിടെ ഇല്ലാത്ത സമയത്താണ്, പ്രത്യേകിച്ച് അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ റാഗിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ വാർഡനോ കോളേജ് അധികൃതർക്കോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്ന് വിദ്യാർത്ഥികൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിലേക്ക് പ്രതികളെന്ന് പറയുന്നത് സീനിയേഴ്സ് ആയിട്ടുള്ള 3ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ 5 പേർ മാത്രമാണ് എന്നൊരു മൊഴിയാണ് ഈ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത്. അത് സ്വീകരിച്ചുകൊണ്ടാണ്, അത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് നിലവിൽ മറ്റ് ആളുകളിലേക്ക്, പ്രത്യേകിച്ച് കോളേജ് അധികൃതർക്കോ ഈ ഹോസ്റ്റൽ വാർഡനോ എതിരെ നിലവിൽ ഈ കുറ്റപത്രത്തിൽ ഒന്നും തന്നെ പറയാതെ പോകുന്നത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസിന് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഈ കേസിൻ്റെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്നത് തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥിയെ, 1ാം വർഷ വിദ്യാർത്ഥിയെ ഈ ഇത്തരത്തിൽ കെട്ടിയിട്ട് കോമ്പസും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ